വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ ഇന്ത്യൻ ബൈക്ക് സിമുലേറ്റർ ആയിട്ടാണ്. കളിച്ചിട്ട് കുറേ കാലമായി, എന്ത് ചെയ്യാനാ, വീഡിയോയും ചെയ്തിട്ട് കുറച്ച് ഇതായി. വണ്ടിയുടെ സെക്കൻഡ് നമ്മുടെ വണ്ടി. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി വീണ്ടും ഡൈനോസറിനെ പിടിക്കണം. ഒരു 3 ഡൈനോസറിനെ പിടിക്കാനുണ്ട്. വേറെ ഒന്നിനുമല്ല, ചെറിയതായിട്ട് മറച്ചു വിറ്റ് പൈസ ഉണ്ടാക്കാനാ. നമ്മളെ നാട്ടിലെ ഷോറൂമിൽ GTR തന്നെ കാറ് വന്നിരുന്നു. പുതിയ അപ്ഡേഷനൊക്കെ ഒന്നും തോന്നുന്നുണ്ടല്ലേ. ഞാൻ കളഞ്ഞു. അത് സ്റ്റേഷനിൽ വന്നിട്ട് വിവരം അറിയിക്കണമല്ലോ. ഡൈനോസറിനെ പിടിക്കണ്ട് ലൈസൻസൊക്കെ ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം അതിനാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നത്. ബാഗിൽ ഉപ്പും പേപ്പറാണ്. ഇയാളിപ്പോഴും പുറത്തിറങ്ങിയില്ലേ സാറേ? സോറി. ഓക്കെ സാർ. അപ്പം മേലുള്ള ഓഫീസറിനെ കാണാൻ പറഞ്ഞ് നമ്മൾ കണ്ടിട്ട് വരുന്നു. സാറേ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്കൊന്ന് പിടിച്ചൂടെ സാറേ? ഓക്കെ. വെപ്പൺസ് അതിൽ പറഞ്ഞിരിക്കണല്ലോ, പിസ്റ്റള്, AK-47, ഗ്രനേഡ്, മിസൈല്, സ്നൈപ്പർ, ബോംബ്, അത്ര ഉള്ളൂ സാറേ. ഓക്കെ. ടൈം ബോംബ്. ഓക്കെ സോറി സാർ. സാർ സാർമാരെ എന്നെ ഇടയ്ക്കൊക്കെ രക്ഷിക്കാൻ തന്നെ. ഓക്കേട്ടോ മോനെ, കുറച്ച് പൈസ എനിക്കും കൊണ്ടു തന്നെ കേട്ടോ. ശരി സാറേ. സാറ് ഹാൻഡ് ചെയ്തിട്ട് കുറച്ച് പൈസ ഒരാൾക്ക് ജോലി നിന്നിട്ട് പൈസ ഇട്ടിനെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഇനി നമ്മളെ പരിപാടി വേറെ ഒന്നുമില്ല. ഇനി നേരൊരു സ്ഥലത്ത് പോകണം. വണ്ടി ഇടിക്കണ്ട്. ഡൈനോസറെ കയറ്റി കൊണ്ടുപോകേണ്ട വണ്ടിയിൽ അതിനുള്ള വണ്ടി എടുക്കണ്ട്. സുഖമില്ലേ ഈ എയർപോർട്ടിൽ പോവാം. അവിടെ എത്തിക്കാൻ പറയാം അവനോട്. ഇത് പുതിയ വന്ന സ്ഥലമല്ലോ. ഇത് 2 പുതിയതാണ് അല്ലേ? ആദ്യം ഉണ്ടായതൊക്കെ പോയി. നമുക്ക് ഏതായാലും ഇതിൻ്റെ അടുത്തായിട്ടൊക്കെ നിൽക്കാം. നമുക്ക് വിളിക്കട്ടെ. വണ്ടി എടുത്തിടാം. നമ്മുടെ വണ്ടി എടുത്തിട്ടിട്ട് അവർക്കൊന്ന് വിളിക്കാം. ഞാനൊന്ന് വിളിക്കട്ടെ. ഓക്കെ. അപ്പോൾ അവൻ പറഞ്ഞ് ഒന്ന് രാത്രി ആയിക്കോട്ടെ, രാത്രിയൊക്കെ ആകുമ്പോഴത്തേന് ഇവിടെ എത്തിക്കാൻ സാധനം. അപ്പോൾ ഏതായാലും നമുക്ക് ഇങ്ങോട്ട് ഈ റൂമിൽ കയറാം. നമ്മളെ ഫ്രണ്ടിൻ്റെ ഇതാണ്. രാത്രി ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ പുറത്ത് വന്നിട്ടുണ്ട്. രാത്രിയായി. ഏതാ വണ്ടി എത്തിച്ചവനി. അപ്പം ഇതിലാണ് നമ്മളെ ഡൈനോസറിനെ നമ്മൾ കയറ്റാൻ കൊണ്ടുപോകണത്. ആ ബൈക്ക് എടുക്കുകയും എന്നിട്ട് നേരെ പെരേക്ക് വേണ്ടിയിട്ട് ഒരു ബൈക്ക് പെരയിൽ വെക്കണോ? ഇവിടുന്ന് ആരും എടുത്തോണ്ടാവുന്നില്ല. ആ പേടിയില്ല. കഥല്ല പേടി. പിന്നെ എക്സ്പെൻസീവ് വണ്ടി ആകുമ്പോൾ എടുത്തോണ്ടാവാൻ അവിടെ ആർക്കും വരില്ല. എൻ്റെ വണ്ടി സാധനങ്ങളൊക്കെ കട്ടുണ്ടാവും. നോക്കട്ടെ. കയറിയിട്ടല്ലോ ഡോർ നോക്കല്.
തീ കയറ്റാൻ പറ്റൂലേ? ഞാൻ വണ്ടി അവിടെ കിടക്കട്ടെ. ഇതല്ലേന്നല്ല ആദ്യത്തെ. ട്രെയിനിൽ തന്നെ പിടിക്കാൻ പോകണം. ഇവൻ്റെയിട്ടല്ലേ പോവുക. ഓ കുത്തിയ ഇവൻ്റെ തീരെ കൺട്രോൾ കിട്ടണില്ല. തീരെ വലിവില്ല. പെരേ പോയിട്ടേ രാവിലെ ആയിട്ട് വരാം. മാറും. എല്ലാം തന്നെ സ്പീഡില്ലാത്ത വണ്ടിയാണ്. അങ്ങോട്ട് കയറ്റിടാം. നമ്മളെ ഫ്ലാറ്റാ. എൻ്റെ തെറ്റാണ്. ചിലപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം കയറ്റാണ്ടില്ല. അല്ലെങ്കിൽ നമ്മള് അതിനെ ഓടിച്ചു വരും. വണ്ടിഞ്ഞൊക്കെ നമുക്ക് ഇനി വണ്ടികളൊക്കെ ഇവിടെ എത്തിച്ചിട്ടൊക്കെ കാണാം. നമ്മൾ രാവിലെ ആയി. കവാസാക്കിട്ടൊക്കെ ഇവിടെ എത്തി. ഫ്ലാറ്റ് കയറിയട്ടാ. പണി തന്നെ വിളിച്ചറിഞ്ഞൂടാ. നമ്മൾ വാങ്ങിയ ഫ്ലാറ്റാണ്. നമ്മളെ ഫ്ലാറ്റ്. നമുക്കവിടെ പെര എടുത്ത ഫ്ലാറ്റ്. മാനേജർ വന്നാൽ എന്ത് കാട്ടാലോ. സെറ്റാണ് നമ്മള്. പിന്നെ നമ്മളെ ജുറാസിക് പാർക്കിൻ്റെ അവിടെ ഇതിനെത്തിച്ചിട്ടുണ്ട്. നമ്മളൊരു ബൈക്ക് അല്ലെങ്കിൽ കാറൊക്കെ എത്തിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. എന്താന്ന് വെച്ചാൽ ഈ വണ്ടിയിട്ട് കേറിക്കൂടണ്ട്. ഈ വണ്ടിയിട്ട് അതിനൊക്കെ പിടിക്കാൻ പോക്ക് റിസ്ക്കാണ്. പാർക്കിനുള്ളിൽ അപ്പം അതിനൊരു മരുന്നായിട്ട് ഞാൻ വണ്ടി എത്തിക്കാൻ പറഞ്ഞിരുന്നു. എത്തിച്ചിട്ട് വണ്ടി ഇവിടെ എത്തിച്ചിരുന്നാണ് പറഞ്ഞത്. ഈ വണ്ടീനെ കിട്ടാനല്ലോ പണി. സ്ട്രെയിറ്റ് എടുത്ത് വളച്ചിറക്കണം. ഇവൻ്റെ കയറ്റണ്ടേന്ന് തോന്നിപ്പോയി. ഇപ്പം ശരിയാക്കി തരാം വണ്ടി. ഡ്രൈവർ നമ്മളോടെ കളി. ഫോണൊക്കെ തന്നെ നമുക്ക് ഇന്നൂടെ കളി വള്ളച്ചത്തോടെ നിന്ന്. വേറെ ഞാൻ പോയിട്ടോ. എന്ത് സംഭവം? എടാ ലംബോർഗിനെ ഇതിൻ്റെ മുന്നിൽ തന്നെ ഒന്ന് ചാടാൻ പറ്റിയ ആ വണ്ടിയൊക്കെ കാണൂലടോ ഈ വണ്ടിയിട്ടുള്ളിൽ നിന്ന്. ഈ ചെറിയ വണ്ടിട്ടൊക്കെ ഇത് പോവോ? എന്തെന്നെ കണ്ണ് കാണാതെ വണ്ടി ഓടിക്കുന്നത്. ഈ വലിയ വണ്ടിയൊക്കെ ഓടിക്കണ ഫസ്റ്റ് ഡ്രൈവർമാരൊക്കെ സമ്മതിക്കണം. കണ്ടത്തിലൊക്കെ എൻ്റെ വണ്ടി എത്തുന്നുണ്ട്. പറഞ്ഞ് മാറ്റിക്കൊരു വണ്ടിയായിരുന്നു.
ഈ ക്യാമറനകത്ത് വണ്ടി വാങ്ങി ഈ വലിയ വണ്ടികളൊക്കെ എടേ ചെറിയ സാധനത്തിന് തട്ടുമ്പോത്തിന് പോസ്റ്റൊക്കെ എടുത്ത് കൊണ്ടുവരാണ്. ഡൈനോസറിനെ ഓടിക്കാൻ ലൈറ്റ് വേണ്ടേ, പോസ്റ്റ് കൊടുക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. വണ്ടിക്കാരൊക്കെ അവിടെ നിർത്തിയിട്ട് ട്രെയിനും വണ്ടിയൊക്കെ പാർക്കിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് തന്നെ വണ്ടി. നമുക്ക് ഈ വണ്ടി ഇവിടെ സൈഡാക്കാം. വൺ സെക്കൻഡ് ഗൈസ്. ഗൈസ് നമുക്ക് കൂടുന്നത് ബ്ലാക്ക് GTR ആണ്. ബ്ലാക്ക് സാധനമാണ് കൊടുത്തത്. പൊടിക്കേണ്ട ചെറിയ സാധനത്തിനാണ് ഈ ക്യാമറയിലൊക്കെ പോകാൻ പറ്റുള്ളൂ. എപ്പോഴാ കാണാനില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കണ്ട വെച്ചു കൊല്ല. എവിടുന്നും ഏത് സൈഡിൽ നിന്ന് അറ്റാക്ക് വരാൻ നമുക്ക് ഒരു ജാഗ്രതയിലാണ് നമ്മൾ ഇനി പോകേണ്ടത്. കൊച്ചാ ചുറ്റും നമ്മൾ നിരീക്ഷിക്കണോ? ഒരു സെക്കൻഡ് നമ്മൾ നിരീക്ഷണം പോയാൽ മതി, നമ്മളെ അറ്റാക്ക് ചെയ്യും. കിട്ടി ഒന്നിനെ കണ്ടിട്ട് നമ്മളങ്ങനെ വേറെ ഒന്നും. നമ്മളാദ്യം വണ്ടിയിൽ നിന്ന് ഇറങ്ങുക, എന്നിട്ട് നല്ല കണ്ണു നമ്മൾ കുറച്ച് മുന്നിലേക്ക് വെക്കണം. ചുറ്റും നോക്കണം. എന്താന്ന് വെച്ചാ ഈ സൗണ്ട് കേട്ടിട്ട് വേറെ ഓടിയും ഉണ്ടെങ്കിൽ അത് ഓടി വരും. നല്ല സ്പീഡുള്ള മൃഗം. ആവും അതിനെ ഒന്നിനെ കിട്ടിയിട്ടുണ്ട്. ഈ വണ്ടി അതിൻ്റെ മേലെ കൂടെ കയറ്റിയാൽ മതി. അങ്ങനത്തെ സെറ്റപ്പുള്ളൊരു വണ്ടിയാണ് നമുക്ക് അയാൾ തന്നത്. അതിൻ്റെ മേലെ ഇങ്ങനെ വണ്ടി ഇതെല്ലാം നിർത്തണം എന്നാണ് അയാൾ പറഞ്ഞു. എന്തിനാന്ന് മനസ്സിലാക്കിയ. പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു ആ വണ്ടി നിങ്ങളന്ന് വണ്ടിയിലൊന്നും ഇനി കയറ്റാൻ പറ്റില്ല, എന്താ കാട്ടെന്ന്. അപ്പോൾ ഒരു വണ്ടി തരാന്നൊക്കെ പറഞ്ഞു. ഈ വണ്ടിയാണ് തന്നത്. ആ വണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അത് അവിടെ ഉപേക്ഷിച്ച് പോകാൻ പറഞ്ഞു. വലുതിനെ പിടിക്കണം. വലുതിന് മിക്ക ആൾക്കാരും പിടിക്കണ്ടെന്ന് പറയും. കാരണം ഈ ചെറുതിനൊരു കുറേ സഫാരികളൊക്കെ ചെയ്യാൻ പോണ സഫാരികൾക്ക് ഉപയോഗിക്കാനാണ്. ഇപ്പം കുതിരനായിട്ടൊക്കെയാണ് അവര് പോയിന്ന്. ഇത് വലിയ സീനില്ല, ഇതിനൊന്നും കാട്ടാൻ പറ്റില്ല. ഇതിനെ നമുക്ക് കൊല്ലാം, നമ്മളെ കണ്ടാൽ പേടിച്ചോളൂ. അത് പേടിത്തൂരിയാണ്, അത്രേ ഉള്ളൂ. നമ്മളെ ചെറുതിനെ ഒന്നിനെയാണ് ഇപ്പോൾ പിടിച്ചിട്ടുള്ളത്. അപ്പം 4 മിക്കവും പിടിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ വലിയനെ ഒന്നിനെ പിടിച്ചാൽ 2 പിടിച്ചതിന് തുല്യ. അതും ഇതോ TSC സാമ്യം ഇല്ലാത്തതുകൊണ്ടാണ്. ഇങ്ങനെ ഇപ്പം അതിനെ പിടിച്ച് വെച്ചത്. ഒന്നിനെ കിട്ടിയിട്ടുള്ളൂ. അത് 2 ഉണ്ടല്ലോ. ഈ വലുതിന് വേണമെന്ന് ചോദിച്ചോക്കണം. ഇതിനെ പിടിക്കാൻ സുഖം. മാംസത്തിന് നല്ല വില ഉണ്ടാവും.
ചെറുത്തൊന്നും ഇല്ലല്ലോ. വേണ്ട, ചെറുതിനെ കിട്ടണ വെച്ചോലും ഞാൻ. ഇപ്പോഴും ആ ചെറുതിനെ ഒന്നിനെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പറപ്പിക്കണ അത്ര നല്ലതല്ല. നമ്മളെ കണ്ണി പെടാതെ പെട്ടെന്ന് അതിൻ്റെ മുന്നേ നമ്മൾ പോയി ചാടലെന്ന് ഞാൻ പറഞ്ഞതാണ്. ചാടി പറഞ്ഞിട്ടല്ലേ ഉള്ളൂ ഞാൻ, ചാടിക്കുകയല്ലോ. നല്ല വില വരുന്നുണ്ട്. ഓ, കൂട് ഇറങ്ങി പോയിന്നുണ്ട്. അങ്ങനെയില്ല, നമ്മള് അല്ല ചെറുത് ഒക്കെ അറ്റാക്ക് ചെയ്യണതാണ്. ചെറുതിനെ കിട്ടി. സ്നൈപ്പറായിട്ടൊരു വെടി കൊടുക്കണം. അപ്പോഴത് അറിയുള്ളൂ. ചത്തുവിടണ്ടി. ഇനി വന്ന് നമ്മളോട് കളി ഏൽപ്പിച്ച പണി നമ്മൾ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു. ചിലപ്പോൾ ഈ ഞായറാഴ്ച എപ്പോഴാന്ന് പറയാൻ വെച്ചില്ല, നമ്മൾ ലൈവ് ചെയ്യുന്നുണ്ടാവും GTA 5 മിഷൻസ് ലൈവ് ചെയ്യുന്നുണ്ടാവും. ഒരു ഐഡിയ ഉണ്ട്, ഒരു ഫാസ്റ്റ് തന്നെ സ്വിച്ച് ഉണ്ട്. ഇനി വണ്ടിയുടെ ബാക്ക് എന്നുവെച്ചാൽ അതിൻ്റെ എടുക്കാനുള്ള സാധനം പെട്ടെന്ന് എടുക്കാനാണ് അവരെന്നെ പറഞ്ഞൊരു ടെക്നീക്കാണ്. അപ്പോൾ നമ്മൾ ഒരേ സ്പീഡിലാണ് പോണത്. നേരെ വളച്ചണ്ട് ഒട്ടിച്ചിട്ട് വിടാം. അത് നമ്മളെ പിന്നാലെ ഓട്ടി നിൽക്കണ വരെ നമ്മൾ വിടണം. ഇവിടെ നിന്നിട്ട് തന്നെ പിടിക്കാം. ഇവിടെ അവിടെ ഉണ്ടോ? അവിടെ ഇല്ല, ഇവിടെ ഒന്നുണ്ടല്ലോ. ടപ്പേ കാലിനെ കൊടുത്തിട്ടില്ല. സാധനമൊക്കെ ഇപ്പോൾ വണ്ടിന്നുള്ളൂ.
ഇതിനാണ് പണിയായത്. എയിമിട്ടതായത് തെറ്റി. അതിനും കൊടുത്ത് അതിനും പണിയൊക്കെ കൊടുക്കുന്നു. ഇനി ഒന്നിനും കൂടി പിടിച്ചാണ്ടല്ലോ. ഇതിൻ്റെ എന്തോ ഒരു ഇൻഗ്രീഡിയൻസ് എടുക്കുന്നതാണ്. കുതിരൻ്റെ മുഖത്തെ ടച്ച് ചെയ്താൽ എനിക്ക് 3 മതി എന്നാണ് പറഞ്ഞത്. ഇക്കൊന്ന് തരുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യണേ. കഴിഞ്ഞു കണ്ണു വലുത്. മറ്റേ വലുതിനെ പിടിക്കുന്നു. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഇതിൻ്റെ ചെറുതിനെ 2 3 എന്താ അറ്റാക്ക് ചെയ്യാനുണ്ട്? പേരുണ്ടോ? എന്നെ പേടിപ്പിച്ചരാ. നല്ല ഓട്ടമുണ്ടല്ലോ സാധനത്തിന്. ഇവിടെ സാധനം ഇവിടെ ചെറുതിനെ കാണാനില്ല. എന്നാ വലുതെങ്കിലും വാ മോനെ. കണ്ടു 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 കാണുക കണ്ണു തുറന്ന് നെഞ്ചു. കണ്ടു മോനെ. അടുത്തേനും പൊക്കി വണ്ടി ഒന്ന് വളച്ചിടാം. അതായിരിക്കും സുഖം. കൊന്നുകാട് പെട്ടെന്ന് വണ്ടി എടുത്ത് പോയാലോ. കണ്ണിറച്ചി ചാടാം. കുട്ടിച്ചാത്തായി ടിഷ്കു. കുട്ടിച്ചാത്ത മണ്ടുന്നു. കൊള്ളുന്നു വെടികൾ. അതിപ്പോ ഇന്നെ കൊല്ലും. പിന്നെ കൊല്ലണ വേറെ ഉണ്ടാവും. എൻ്റെ ഇടുകേ പോയി അതിൻ്റെ കൂടി ശേഖരിക്കട്ടെ. ഒന്നിന് എക്സ്ട്രാ ആണാവോ? ഫ്രണ്ടിനെ മാംസം എടുക്കുന്ന കണ്ടിട്ട് വാ 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 വാ. ആവശ്യമില്ല. അപ്പൊ ബായ് ബായ്. പണി ഇനി നമുക്ക് പെരെ പോവാം. അന്നേരം അല്ല ഇത്ര മരമുള്ളിടത്തല്ലല്ലോ എൻ്റെ പേര. ചെവായി ട്രെയിൻ അവിടെ ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആയിട്ടുണ്ട്. ഇവിടെ ഇവിടെ ഒരു സ്ഥലത്തെ 2 ഡോർ, ഒരു ഡോറേ ഉള്ളൂ അല്ലേ? ആ ഡോറ് പോയി. ഇവിടെയാണ് അവിടെയാണ് ഉണ്ട്. ഏറ്റവും ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അവരൊരു ചിലപ്പോൾ എടുത്തോണ്ടിട്ടുണ്ടാവും. പറഞ്ഞിരുന്നു ഇടാനാ പറഞ്ഞ. ഏതായാലും വണ്ടി ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ മറ്റേ വണ്ടി പോയാലും കുഴപ്പമൊന്നുമില്ല. സ്ഥലത്തെത്തിക്കണ്ടേ മാംസം കൊണ്ട്. വണ്ടി ഒന്ന് ശുദ്ധീകരിക്കണം. തേരിച്ചിട്ടുണ്ട്. ശുദ്ധീകരിച്ച് ആദ്യത്തെ വീടിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങാണ്. ഞാനത് കൊടുത്ത് മൂഞ്ചി കേസ്. ബ്രേക്കിന് വരെ പിടിച്ചത് ഡോറിൻ്റെ ആയിപ്പോയി. ബാക്കിയത് ചെറുതായിട്ടൊക്കെ. മനുഷ്യനായാൽ തെറ്റുകൾ പറ്റണമല്ലോ.
പറ്റിയില്ലെങ്കിലല്ലേ അവൻ മനുഷ്യനല്ല. പോസ്റ്റ് കണ്ടല്ലോ. സീജന്റെ അനിയന്റെ ബുദ്ധി വഹിക്കുന്നുണ്ട്. അനിയനെ ചേട്ടനെ കാണാൻ പോണെന്നൊക്കെ പറഞ്ഞിരുന്നു. അത് വലുതിനെ പിടികളുള്ള ആയുധം വാങ്ങാനും കൂടി ആയിട്ട് പോണം. പിന്നെ മറ്റേ എല്ലാത്തിനും ഒന്ന് കൊല്ലാനുള്ളൊരു ആയുധം വാങ്ങിയെന്ന്. അത് ഇതൊന്ന്, അത് വേറൊരാളത് ഈ ഒരു ബിൽഡിങ്ങിന്റെ നേരെ മുന്നിൽ കണ്ടത് ബിൽഡിങ്. പഴയ പേരയിലൊക്കെ പോണം. ചേട്ടാ അപ്പൊ നമ്മൾ ആളെ കണ്ട് ഞാൻ വരാം. നമ്മൾ ചേട്ടൻ പറഞ്ഞെന്താന്ന് വെച്ചാ കൊണ്ടുവരാന്നാണ്. നമ്മൾ ഇതേറ്റ് പോണല്ലേ. കവാസാക്കി നിഞ്ച ചോദിച്ചോക്കാം. അത് ഇൻ്റെതാണ്. ഈ കാറ് ഒരു പുള്ളി കയറ്റിക്കൊണ്ട് തന്നെയാണ്. കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചു കാറിന്. ഇന്ന് തന്നെ ഇനി ഏതായാലും ഈ കാറുകൊണ്ട് പൊട്ടില്ല. കിട്ടാനുള്ള പൈസ കിട്ടി. പിന്നെ എന്തിനാ ഈ കാറ്? ആവശ്യമുള്ളതൊക്കെ നമുക്ക് കിട്ടി. ആവശ്യമില്ലാത്തൊക്കെ കള. പഴയ പേരയിൽ പോണതിൻ്റെ മുന്നേ ഗുണ്ടൊക്കെ പൊട്ടിക്കാം. അനിയൻ പൊളിന്ന് പറഞ്ഞിട്ടുണ്ട്. പൊട്ടിക്ക് അവർ